ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മുട്ട ബിരിയാണിയാണ്. സൺഡേ ആയിട്ട് നമുക്കൊരു ബിരിയാണി കഴിക്കാൻ തോന്നി. അപ്പോൾ ഇവിടെ മുട്ടയുള്ളായിരുന്നു, എന്നാൽ പിന്നെ മുട്ട ബിരിയാണി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ബസ്മതി റൈസ് കഴുകി സോക്ക് ചെയ്യാൻ മാറ്റി വെച്ചു. അതിനുശേഷം നമ്മൾ അരി തിളയ്ക്കാനുള്ള വെള്ളം വെച്ചു. അതിൽ നമ്മൾ കുറച്ച് ഒരുപാട് സ്പൈസസ് ഇല്ലായിരുന്നു, അപ്പോൾ ഉള്ളതിട്ട് പിന്നെ ഉപ്പും നെയ്യൊക്കെ ഒഴിച്ചു. പിന്നെ ആദ്യം തന്നെ പറയാലോ, ഇതൊരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ്. നമ്മുടെ കയ്യിലുള്ള സ്പൈസസ് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തതാണ്. പിന്നെ വേറൊരു പാനിൽ നമ്മൾ മുട്ട ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ അതിലേക്ക് നമ്മൾ സവാള ചേർത്ത് വഴറ്റി സവാള നന്നായിട്ട് വഴണ്ട ശേഷം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായ ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ചേർത്തു. അതിൻ്റെ പച്ചമുളക് മാറുന്നവരെ വീണ്ടും നമ്മൾ വഴറ്റുക. പിന്നീട് തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്തു. തക്കാളി ഉടഞ്ഞിടം വരെ നമ്മൾ അത് അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ആവശ്യമുള്ള പൊടികളൊക്കെ ഇടാം. ഞാനിപ്പോൾ ഇവിടെ എനിക്ക് ഇഷ്ടമുള്ള എല്ലാ പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല, ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി. ഇത്രയും പൊടിയാണ്. ഈ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ നമ്മൾ വീണ്ടും വഴറ്റുക. ഞാനിവിടെ അളവിലൊന്നും അല്ല മസാലയൊന്നും ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ എരിവിനും ടേസ്റ്റിനും അനുസരിച്ചാണ്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചതിൻ്റെ പച്ചമുളക് എല്ലാം മാറിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്കിപ്പോൾ നമ്മൾ കുറച്ച് നല്ല പുളിയുള്ള ഒരു 2-3 സ്പൂൺ തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മളിതിലേക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം മുട്ട, വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനിയാണ് ഇതിലേക്ക് മെയിൻ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ, തട്ടിക്കൂട്ട് ബിരിയാണിയാണ്. ഇതിൻ്റെ പ്രിപ്പറേഷനൊന്നും ഇങ്ങനെ അല്ലായിരിക്കും. ഇപ്പോൾ നമ്മൾ അറിയാവുന്ന പോലെ ഇതിലേക്ക് വേവിച്ച് വെച്ച് റൈസ് ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിന്ന് കുറച്ച് ആദ്യം എടുത്ത് മാറ്റി വെച്ചായിരുന്നു മസാല. അപ്പോൾ ആദ്യത്തെ ലെയർ അരി ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ആ മസാല ഇടുക. പിന്നെയും ബാക്കിയുള്ള റൈസ് എല്ലാം ഇട്ടു. അപ്പോൾ ഗാർണിഷ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അവസാനം നമ്മൾ ബാക്കി വന്ന കുറച്ച് മല്ലിയിലയും കുറച്ച് നെയ്യൊക്കെ കൂടെ അതിൻ്റെ മണ്ടയ്ക്ക് ഇട്ടിട്ട് മൂടി വെച്ച് ഒരു 5 മിനിറ്റും കൂടെ അങ്ങനെ ഗ്യാസിൽ വെച്ചു. ഇതാണ് ഇപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ ഫൈനൽ ലുക്ക്. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ സൺഡേ ബിരിയാണി വ്ളോഗ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ.